ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 2 kg കേക്കിൻ്റെ ഡെക്കറേഷനും അതേപോലെ തന്നെ ഞാൻ കുറച്ചധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഒന്ന് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനും കൊടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറി പറയുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 2 kg വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. അപ്പോൾ ഞാൻ നോർമലി കൊടുക്കുന്ന പോലെയാണ് ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും ബേസ് എന്താ ഇത്രയും കറക്റ്റായിട്ട് നിൽക്കുന്നതെന്നുള്ളത്. ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതും 10 ഇഞ്ച് മോൾഡിലാണ്. ആ ഒരു ബേസും 10 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ രണ്ടിടത്തൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ടിടത്തും ബേക്കിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേക്ക് എനിക്ക് ഇവിടെ ഞാൻ നിൽക്കുന്ന എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോകാറുണ്ട്. അപ്പോൾ അവിടത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് ആരുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഓട്ടോ വിളിക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കാട്ടിയും നല്ലത് ഞാൻ വിചാരിച്ചു ക്രം കോട്ട് ചെയ്തിട്ട് ആ ഒരു ടിഞ്ച് ബേസിൽ സ്കൂട്ടിയിലിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നോർമലി കേക്കൊക്കെ ഡെലിവറി ചെയ്യാറുള്ളത്. 2 kg ആണെങ്കിൽ ഒന്നേ എൻ്റെ കൂടെ ആരെങ്കിലും വരണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോയിലേക്കാണ് ഡെലിവറി ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ കസ്റ്റമർക്ക് കൊടുക്കുമ്പോഴത്തേനും ഒരുപാട് എക്സ്പെൻസ് ആവുന്നത് കൊണ്ട് ഞാൻ 10 ഇഞ്ച് മോൾഡ് ആ ഒരു ബേസിൽ തന്നെ കേക്ക് ക്രം കോട്ട് ചെയ്ത് അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പിറ്റേന്നാണ് കേട്ടോ ഞാൻ ഫൈനൽ കോട്ട് ചെയ്യുന്നത്. ഫൈനൽ കോട്ട് ചെയ്യുന്ന സമയത്തിന് ഞാൻ ആ ഒരു 12 ഇഞ്ചിൻ്റെ ബേസിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാറ്റി പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന കണക്ക് തന്നെയാണ് ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ സ്കൂട്ടിയിൽ നോർമലി 10 ഇഞ്ച് വരെയുള്ള ബോക്സ് മാത്രമേ ഇരിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഞാൻ എല്ലാ കേക്ക്സുകളും ഡെലിവറി ചെയ്യാറുള്ളത്. അപ്പോൾ 12 ഇഞ്ച് ഇരിക്കാത്തത് കൊണ്ട് ഭയങ്കര ഒരു വലിയ ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് 10 ഇഞ്ചിൻ്റെ ബേസിൽ വെച്ച് കേക്ക് അങ്ങ് ക്രം കോട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് കേക്ക് ഞാൻ ആ ഒരു 12 ഇഞ്ച് ബേസിലോട്ട് മാറ്റിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു മഴ സമയത്തുള്ളതല്ല, ചൂട് സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്കായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക്. വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ നമ്മൾക്ക് ഒരു റെഫറൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 2 kg കേക്ക് മാത്രം വേണമെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ വൈറ്റ് ക്രീം വെച്ചിട്ടാണ് കേട്ടോ ടോപ്പിലും അതേപോലെ തന്നെ താഴെ ബോർഡറിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കസ്റ്റമറുടെ ഡെക്കറേഷൻസ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ മാക്സിമം ഞാൻ കളർ കുറയ്ക്കാറായിട്ട് നോക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്കിൽ ഞാൻ ഫുള്ള് വൈറ്റ് ക്രീം വെച്ചിട്ട് കവർ ചെയ്തിട്ട് വൈറ്റ് ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം മുകളിൽ ജസ്റ്റ് ഒരു പാലറ്റ് നൈഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് അടുത്ത സമയത്തായിട്ട് ഒരു വിധത്തിൽ എനിക്ക് ഒരു സ്ക്വയർ കേക്കിൻ്റെ ടോപ്പ് കറക്റ്റായിട്ട് വരുന്നില്ല, എന്താണെന്നറിയത്തില്ല. അതുകൊണ്ട് തന്നെ പാലറ്റ് നൈഫ് ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുകളിൽ കുറച്ച് മെസ്സി ആയിട്ട് കിടന്നാലും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ കൊടുത്തു. പിന്നെ സൈഡിലായിട്ട് റോസറ്റ നമ്മുടെ നോസിൽ വെച്ചിട്ട് റെഡ് കളർ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സും വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് റോസ് ഫ്ലവർ കൊടുക്കാമെന്നാണ്. പിന്നെ ആ ഒരു ഫ്ലവർ നെയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു ടാസ്ക് ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. കാരണം അല്ലെങ്കിൽ പിന്നെ ഞാൻ ബൗളിൻ്റെ മുകളിലൊക്കെ വെച്ച് വരയ്ക്കണം, അത് ഭയങ്കര പാടായിരുന്നു കേട്ടോ. കാരണം ഒന്നാമതേ ഞാൻ വെളുപ്പിനെ എണീറ്റാണ് ഇതിൻ്റെ ഫൈനൽ ഡെക്കറേഷനൊക്കെ കൊടുത്തത്. അന്ന് എനിക്ക് രാവിലെ ആയിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. രാവിലെ 8 മണിക്ക് പോകണമായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് രാവിലെ 5 മണിയായപ്പോൾ തുടങ്ങിയ കലാപരിപാടികളായിരുന്നു ഈ ഒരു കേക്കിൻ്റെ വർക്ക്. അപ്പോൾ എന്തായാലും റോസറ്റ നോസിൽ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ട് 2 സൈഡിലും റെഡ് കളറിൽ ഫ്ലവേഴ്സൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ബ്ലൂ കളർ വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഇതേപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നല്ലൊരു കാണാനൊക്കെ നല്ലൊരു ലുക്കൊക്കെ തോന്നി എനിക്ക് തോന്നി. അപ്പോൾ കസ്റ്റമർക്ക് ഞാൻ ലാസ്റ്റ് പിക്ചർ അയച്ചു കൊടുത്തപ്പോൾ അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. അവർക്ക് വലിയ ഗ്രാൻഡ് ഫംഗ്ഷനായിട്ടൊന്നുമില്ലായിരുന്നു, ജസ്റ്റ് ഒരു അവരുടെ ഫാമിലി മാത്രം ഒരു കട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ആ ഒരു 2 സൈഡിലൊക്കെ ആയിട്ട് ചെറിയ സിമ്പിളായിട്ട് ആ ഒരു ഷെൽ നോസിൽ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ട് അതിൻ്റെ ടോപ്പിലേക്കായിട്ട് ബട്ടർഫ്ലൈ വെച്ചിട്ടുണ്ട്. ഇപ്പം ലേസർ പ്രിൻറ്റിൻ്റെ ബട്ടർഫ്ലൈ ഉള്ളതുകൊണ്ട് ബട്ടർഫ്ലൈ ഇല്ലാത്തൊരു കേക്കില്ല കേട്ടോ. മിക്ക കേക്കുകളിലും ഞാൻ ബട്ടർഫ്ലൈ വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കാറുള്ളത്. പിന്നെ ആ ഒരു റെഡിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ഷുഗർ ബോൾസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് വൈറ്റ് കളറുള്ള, അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല എറിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. വലിയ ടൈപ്പിലുള്ള ഷുഗർ ബോൾസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ബാക്കിയുള്ളിടത്തൊക്കെ കുറച്ച്
ചെറിയ ഗോൾഡ് കളറുള്ള ഷുഗർ ബോൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സെൻട്രലായിട്ട് കുറച്ച് തീരെ ചെറിയ ഷുഗർ ബോൾസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ വലിയ ടോപ്പർ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, അപ്പോൾ കസ്റ്റമർ വന്നായിരുന്നു കേട്ടോ, കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയത്. അപ്പം ഞാൻ പോയാലും വീട്ടിൽ അമ്മയുണ്ട്, അപ്പോൾ അമ്മ ഡെലിവറി ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറിൻ്റെ സൈഡിൽ നമ്മുടെ പിടിക്കുന്ന ഒരു വാല് കണക്കത്തെ സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഒടിച്ചിട്ടാണ് ഞാൻ സെൻട്രലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. മാറ്ററും കാര്യങ്ങളെല്ലാം വിപ്പിംഗ് ക്രീമിൽ തന്നെയാണ് കേട്ടോ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ ഒന്ന് പക്ഷേ ഒടിച്ച സമയത്ത് കുറച്ചൊന്നധികം വലുതായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് ഞാനിവിടെ ലാസ്റ്റ് പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.